ഇന്നത്തേത് ക്രോഷയുടെ 5ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതുപോലത്തെ ഒരു 5 എതളുള്ള ഒരു ഫ്ലവറാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഇതിന് ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനും അതുപോലെ തന്നെ നമ്മൾ പാറ്റേൺ എഴുതിയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു ഫ്ലവർ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സിംഗിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, ട്രിപ്പിൾ ക്രോഷ്യ ഇതൊക്കെ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണുന്നുണ്ടാവും, ഇവിടെ നമുക്ക് നടുവിലൊരു മാജിക് സർക്കിൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ 5 സെയിം ഒരുപോലത്തെ പെറ്റൽസാണ് കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ഇതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ 2 കളർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ സിംഗിൾ കളറിലും ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ 5 പെറ്റൽസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാജിക് സർക്കിളിൻ്റെ അകത്ത് 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടുള്ള സിംഗിൾ ക്രോഷ്യ ചെയ്യണം. നമുക്കിത് ഡയറക്റ്റ് മാജിക് സർക്കിളിലോട്ടും ചെയ്യാം കേട്ടോ. ഈ പെറ്റൽസ് ഡയറക്റ്റ് മാജിക് സർക്കിളിലോട്ടും ചെയ്യാം. അതിന് പകരം ഒരു സിംഗിൾ ലെയർ ആയിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ആ സിംഗിൾ ക്രോഷ്യയിലോട്ട് ഇതുപോലത്തെ പെറ്റൽസും ചെയ്യാം. ഫസ്റ്റ് ലെയർ ഞാൻ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നു. ആ സിംഗിൾ ക്രോഷ്യയിലോട്ട് സെക്കൻഡ് ലെയർ ആയിട്ട് ഈ ഒരു പെറ്റൽസ് ചെയ്യാൻ പോകുന്നു. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണ് പാറ്റേൺസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഇവിടെ 5 പെറ്റൽസ് വേണമെങ്കിൽ നമുക്കെപ്പോഴും ഒന്നുകിൽ 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് ചെയിൻസ് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒന്നുകിൽ എനിക്ക് 5 സിംഗിൾ ക്രോഷ്യ ചെയ്യാം, ഇല്ലെങ്കിൽ 10 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. എനിക്കിപ്പോൾ 5 സിംഗിൾ ക്രോഷ്യ ചെയ്താൽ ഓരോ സിംഗിൾ ക്രോഷ്യയിലും ഓരോ പെറ്റൽ വരുന്ന രീതിയിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ എത്ര പെറ്റൽ വേണോ അതിനനുസരിച്ച് നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം ചെയിൻസ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് പാറ്റേൺ എഴുതാം. ആദ്യത്തത് ഞാനിവിടെ എഴുതുന്നു മാജിക് റിംഗ്. ഓക്കെ, മാജിക് റിംഗ് എന്ന് പറയുന്നത് എം ആറിലോട്ട് ഞാൻ 10 സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടി പോവാണ്. ഡയഗ്രാം വരച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ ഡയഗ്രാം വരക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ഇവിടെ ഒരു മാജിക് സർക്കിൾ ചെയ്യാൻ പോവുകയാണ്. അതിനകത്തോട്ട് ഞാൻ സിംഗിൾ ക്രോഷ്യ 10 എണ്ണം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ 1 2 3 4 5 6 7 8 9 10 സിംഗിൾ ക്രോഷ്യനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞല്ലോ, പ്ലസ് എന്നുള്ള ചിഹ്നം. അപ്പോൾ 10 സിംഗിൾ ക്രോഷ്യ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ, ഇതാണ് നമ്മുടെ ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ. ഇതിലോട്ട് നമ്മൾ 3 ചെയിൻസ് ചെയ്യാം നമുക്ക്, ഇല്ലെങ്കിൽ 4 ചെയിൻസ് ചെയ്യാം. ഇവിടെ ഞാൻ 3 ചെയിൻസാണ് ചെയ്യണത്. 1 2 3. ഓക്കെ, എന്നിട്ട് നമ്മൾ അടുത്ത ചെയിനിലോട്ട് നമ്മൾ 1 2 3 ട്രിപ്പിൾ ക്രോഷ്യാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അടുത്ത ചെയിനിലോട്ട്. ഓക്കെ, വീണ്ടും ഈ ഒരു റൗണ്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് വേണം അടുത്ത ലൈൻ തുടങ്ങാൻ. അടുത്ത ലൈൻ വേണം നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇവിടെ 3 ചെയിൻസ് ഫസ്റ്റ് ചെയ്തു. അടുത്ത ചെയിനിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത് ഒന്നിലോട്ട് തന്നെ നമ്മൾ ഒന്നിൽ തന്നെ 3 എണ്ണം ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വരിക. ഓക്കെ, 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. വീണ്ടും ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തിട്ട് നമ്മളൊരു 3 ചെയിൻ ചെയ്യുന്നു. അതെവിടെയാണ്, അടുത്തതിലോട്ട്. എന്നിട്ടിവിടെ നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഇവിടെ 1 2 3 ചെയിൻസ് സെയിം സ്ലിപ്പ് നോട്ട് ചെയ്ത അതേ രീതിയിൽ തന്നെ ഇവിടുന്ന് 3 ചെയിൻ ചെയ്തു. ഇനി വീണ്ടും ഇവിടേക്ക് സെയിം പാറ്റേൺ 1 2 3 ട്രിപ്പിൾ ക്രോഷ്യ. ഓക്കെ, ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. വീണ്ടും 3 ചെയിൻസ് ചെയ്തു. നമ്മൾ സ്ലിപ്പ് നോട്ട് നെക്സ്റ്റിലോട്ട്. ഇതുപോലെ നമുക്ക് 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫ്ലവറിന് ആദ്യത്തെ 3 ചെയിൻസ് വരുന്നത് ഒരു പെറ്റലായിട്ട്, പിന്നെ ആ മൂന്നാമത്തേതെന്ന് തുടങ്ങി അടുത്ത 3 എണ്ണം അടുത്തൊരു പെറ്റൽ, ഇങ്ങനെ 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു കംപ്ലീറ്റ് ഫ്ലവർ ആവുന്നത്. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ 5 പെറ്റൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുന്നു. 10 സിംഗിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം തുടങ്ങിയ അതേ ചെയിനിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുപോലെ ഫസ്റ്റ് 3 ചെയിൻ, അടുത്ത ഇതിലോട്ട് 3 ട്രിപ്പിൾ ക്രോഷ്യ, പിന്നെ വീണ്ടും 3 ചെയിൻ, അടുത്ത ചെയിനിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, ഇപ്പോൾ ഒരു പെറ്റലായി. ഇതുപോലെ നമുക്ക് 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. അപ്പം 5 പെറ്റൽസ് കിട്ടും. ഞാനിത് എഴുതിയും കൂടെ കാണിക്കാം. ഫസ്റ്റ് നമ്മൾ മാജിക് റിംഗ് ചെയ്യുന്നു, അതിലോട്ട് 10 SE. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്ലിപ്പ് സ്റ്റിച്ച് ടു ഫസ്റ്റ് ചെയിൻ, ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ. ഓക്കെ, എന്നിട്ട് സ്റ്റാർട്ട് വിത്ത് ചെയിൻ 3. അത് കഴിഞ്ഞിട്ട് 3 ട്രിപ്പിൾ ക്രോഷ്യ. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, 3 ചെയിൻ. ഓക്കെ, ചെയിൻ 3 ചെയ്യുന്നു. പിന്നെ ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നു, ദെൻ സ്ലിപ്പ് സ്റ്റിച്ച്. ഇത് എത്ര പ്രാവശ്യം നമ്മൾ ചെയ്യണം, 1 2 3 4 5 ടൈംസ് ഇൻറ്റു 5. ഇങ്ങനെയാണ് നമ്മുടെ പാറ്റേൺസ് വരിക. ചെയിൻ 3 ട്രിപ്പിൾ ക്രോഷ്യ, വീണ്ടും ചെയിൻ 3 ഇൻറ്റു 5. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്യാം. ഓക്കെ, ഓരോന്ന് തുടങ്ങുമ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് പാറ്റേൺ വരിക. ഇത് കംപ്ലീറ്റ് ഡയഗ്രാം ഇതുപോലെയാണ് വരുന്നത്. മാജിക് റിംഗ് ഫസ്റ്റ് 3 സ്ലിപ്പ് സ്റ്റിച്ച്, ഫസ്റ്റ് 3 ചെയിൻ, പിന്നെ 3 ട്രിപ്പിൾ ക്രോഷ്യ, സ്ലിപ്പ് സ്റ്റിച്ച്, ഇവിടെ വീണ്ടും 3 ചെയിൻ,
3 ഡബിൾ ക്രോഷേ, അടുത്തത് ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച്, ഇവിടെ വീണ്ടും 3 ചെയിൻ, ഇതുപോലെ ഇവിടെ എല്ലാ ഗ്യാപ്പിലും ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് വരും. ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡയഗ്രാം. ഇനി നമുക്കിത് ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ സിംഗിൾ ത്രെഡിലാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിവിടെ കോട്ടൺ 4 പ്ലൈയുടെ മാജിക് നീഡിലിൻ്റെ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് 3 mm ഹുക്ക്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ സിംഗിൾ കളർ ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഒരു ലെയർ സിംഗിൾ ക്രോഷ് ചെയ്തിട്ട് അടുത്തൊരു ലെയർ ഇതുപോലെ ഡബിൾ കളറായിട്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, 10 സിംഗിൾ ക്രോഷേ. ഇവിടെ ഞാൻ ഫസ്റ്റ് മാജിക് റിങ് ചെയ്യുവാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ്സിൽ മാജിക് റിങ് എന്താണെന്നൊക്കെ പഠിച്ചില്ലേ? അപ്പോൾ ആരെങ്കിലും ചെയ്ത് നോക്കിയായിരുന്നോ, ക്ലാസ് എങ്ങനെയുണ്ടെന്നൊക്കെ പറയണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ മാജിക് റിങ് ചെയ്തു. നമ്മൾ മാജിക് റിങ് ചെയ്തു. ഇതിലോട്ട് അടുത്തത് എത്ര സിംഗിൾ ക്രോഷേ ചെയ്യാൻ പോവാണ്? 10 സിംഗിൾ ക്രോഷേ. സിംഗിൾ ക്രോഷേ എന്ന് പറയുമ്പോൾ ഇതുപോലെ എടുത്തു. 1 2 3 4 5 6 7 8 9 ഇനി 10th. ഓക്കെ, ഇനി ഈ ഒരു ത്രെഡ് ഇങ്ങനെ വലിച്ചെടുക്കുക. ഓക്കെ, ഇവിടെ നമ്പർ കൂടുന്നതനുസരിച്ച് നമുക്ക് ഇവിടെ ചിലപ്പം ഹോൾ വരും കേട്ടോ. ഫസ്റ്റ് നമ്മളിവിടെ ഇതാണ് നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ച്. ചെയിൻ 1 2 3 4 5 6 7 8 9 10. ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ സ്റ്റിച്ചിലോട്ട് ഇത് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ചും ചെയിനും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യണം കേട്ടോ. ഇവിടെ ഈ രണ്ടിൻ്റെ അടിയിൽ കൂടെ ഈ 2 ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ വരണം. ഫസ്റ്റത്തെ ചെയിനിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. നമുക്ക് 10 സിംഗിൾ ക്രോഷേ ഉണ്ട്. അപ്പം 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഞാനിവിടെ 1 2 3 ചെയിൻസ് ചെയ്യണം. അടുത്ത ചെയിനിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ചെയിനിലോട്ട് 3 ട്രിപ്പിൾ ക്രോഷേ. ഓക്കെ, ട്രിപ്പിൾ ക്രോഷേ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് 2 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയെടുക്കാം. ആദ്യത്തെ ചെയിനിലോട്ടാണ് ചെയ്യുന്നത്. അതിൽ ഇങ്ങനെ വലിച്ചെടുക്കാം. ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ ഒരു പ്രാവശ്യം ചെയ്യാം. 3 പ്രാവശ്യം 2 ലൂപ്പ് കൂടെ നമ്മൾ വലിച്ചെടുക്കുക. ട്രിപ്പിൾ ക്രോഷേ എന്ന് പറയുമ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആദ്യത്തെ 2 ലൂപ്പ്, അടുത്ത 2 ലൂപ്പ്, വീണ്ടും 2 ലൂപ്പ്. അതുപോലെ സെയിം ചെയിനിൽ നമ്മൾ 3 പ്രാവശ്യം ചെയ്യണം. 2 3. അടുത്തത് വീണ്ടും 2 പ്രാവശ്യം ചുറ്റിയെടുത്തു. ഈ ചെയിനിലോട്ട് വീണ്ടും ഇതുപോലെ 1 2. വീണ്ടും ഇവിടെ സെയിം ചെയിനിലോട്ട് നമ്മൾ ഇതിൽ 1 2 3. അപ്പോൾ നമുക്ക് ആദ്യത്തെ പെറ്റലിൻ്റെ ഏകദേശം റെഡിയായി. ഇനി പെറ്റൽ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ കാണിച്ചു തരാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3 ചെയിൻ ചെയ്യുക. അടുത്ത ചെയിനിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, 1 2 3 ചെയിൻ ചെയ്യുന്നു. അടുത്ത ചെയിനിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെയാണ്? ജസ്റ്റ് ഇവിടെ കൊണ്ടുവരാം ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഫസ്റ്റ് പെറ്റൽ റെഡിയായി. ഞാൻ വീണ്ടും 1 2 3 എന്നിട്ട് നെക്സ്റ്റ് ചെയിനിലോട്ട് ട്രിപ്പിൾ ക്രോഷേ. നെക്സ്റ്റ് ചെയിനിലോട്ട് 3 ട്രിപ്പിൾ ക്രോഷേ. 1 2. 2 പ്രാവശ്യം ചുറ്റി. അടുത്തതിലോട്ട് യാൺ ഓവർ ചെയ്തു. ആദ്യത്തെ 2 എണ്ണത്തിലോട്ട് യാൺ ഓവർ ചെയ്തു. അടുത്ത 2 എണ്ണത്തിലോട്ട് യാൺ ഓവർ ചെയ്തു. വീണ്ടും യാൺ ഓവർ ചെയ്തു. വീണ്ടും നമ്മൾ ഈ ഒറ്റ ഒരു ചെയിനിലോട്ട് 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്യണം. ഇപ്പോൾ 2 എണ്ണം റെഡിയായി. മൂന്നാമത്തത് ഞാൻ ചെയ്യാണ്. വീണ്ടും ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും 1 2 3 ചെയിൻ 3 ചെയ്തു. നെക്സ്റ്റിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോകണം. ഓക്കെ, ഇതുപോലെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ലാസ്റ്റ് എങ്ങനെ ഫിനിഷ് ചെയ്യുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ 4 പെറ്റൽസ് ഓൾറെഡി ചെയ്തു. ഞാൻ 5ാമത്തെ പെറ്റൽ ചെയ്യാൻ പോവാണ്. ഇവിടെ ഫസ്റ്റ് 1 2 3 ചെയിൻസ് ചെയ്തു. അടുത്തതിലോട്ട് 3 ട്രിപ്പിൾ ക്രോഷേ. നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്യാൻ പോവാണ്. 1 2 3 ടൈംസ് ഇതിൽ ഇതുപോലെ യാൺ ഓവർ ചെയ്തെടുത്തു. വീണ്ടും 1 2 പ്രാവശ്യം യാൺ മൈൻഡ് ചെയ്യുക. ഇതുപോലെ 1 2 3. വീണ്ടും ഇതുപോലെ 2 പ്രാവശ്യം 1 2 3. ഓക്കെ,
ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും 3 ചെയിൻസ് 1 2 3 ചെയിൻസ് ചെയ്തു. നമുക്ക് അടുത്ത ചെയിനിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒരു ക്രോഷ്യയും കൂടെ ഒരു ചെയിനും കൂടെ ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ചൊരു എക്സ്ട്രാ ഒരു ലെങ്ത്തിൽ ചെയ്യാം. ഓക്കെ, നമ്മൾ ഫ്ലവർ റെഡിയായി. 5 പെറ്റൽസിൻ്റെ ഈ ഒരു ഫ്ലവർ റെഡിയായി. നമുക്ക് ഇത് ബാക്കിലോട്ട് ഈ ഫസ്റ്റത്തെ ഈ ഒരു ചെയിനുമായിട്ട് കെട്ടിക്കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ത്രെഡിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട് ഫ്ലവർ വലുതാവും ചെറുതാവും ഒക്കെ ചെയ്യും കേട്ടോ. നമുക്കിത് ഇതുപോലത്തെ ബാക്ക് സൈഡിൽ ഹോളുള്ള ഇതുപോലത്തെ നീഡിൽ കിട്ടും. അത് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ മാത്രം ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇതും നമുക്കതുപോലെ തന്നെ ഫിനിഷ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ഞാൻ ഇതിൽ ചെയ്തതാണ്, അക്രിലിക് ത്രെഡിൽ ചെയ്തതാണ്. ഞാനിവിടെ 2 ലെയർ അക്രിലിക്കിൻ്റെ 2 ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ത്രെഡ് എടുക്കുമ്പോൾ 2 ലെയറായിട്ടാണ് ചെയ്തതാണ് ഇത്രയും തിക്നെസ് വന്നത്. ഇനി ഞാൻ നല്ല കട്ടിയുള്ള വൈറ്റ് കോഡിൽ ചെയ്തതാണിത്. എന്ന് പറയുന്നത് ഉണ്ടോ, നമ്മൾ സെയിം തന്നെയാണ് ചെയ്തത്, പക്ഷേ ഇതിൻ്റെ സൈസും വ്യത്യാസമുണ്ടല്ലോ. ഇത് നമ്മൾ ഏറ്റവും ചെറിയ കോട്ടൺ ത്രെഡിലാണ് ചെയ്തത്. ഇത് നല്ല തിക്കായിട്ടുള്ള കോട്ടൺ ത്രെഡിലാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ നിങ്ങൾ ചെയ്ത് നോക്കാം. നമുക്കിവിടെ വേണമെങ്കിൽ സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ചിട്ട് ഹെയർ ക്ലിപ്പോ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇത്രയും ഒരു ഹോളൊന്നും വന്നിട്ടില്ല. നമ്മൾ ചെയ്യുന്ന ത്രെഡിനനുസരിച്ചിട്ടും പിന്നെ ഇവിടെ ചെയ്യുന്ന ലൂപ്പിനനുസരിച്ചിട്ടൊക്കെയാണ് ഇതിൻ്റെ റൗണ്ട് വരിക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതുപോലെ പാറ്റേൺ വായിച്ചെടുത്തിട്ട് ഗ്രാനി സ്ക്വയർ ചെയ്യാം കേട്ടോ. ഇതുപോലെ ഗ്രാനി സ്ക്വയർ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ വിശദമായിട്ടുള്ള ക്ലാസ്സാണ് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്കിതും ഇനിയും ഇതുപോലെ ക്ലാസ് തുടർന്ന് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.